ഹായ് ഓൾ. അപ്പോൾ ഇത് ആരുടെ ആധാരമൊന്നും അല്ല കേട്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡാണ്. അപ്പോൾ അവരിപ്പോൾ പുതിയതായിട്ട് ഇറക്കിയ ഒരു മെനു കാർഡാണ്. കുറച്ചും കൂടി ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്തു. ഞാൻ എവിടെ ഇങ്ങനത്തെ ഒരു മെനു കാർഡ് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള തക്കാരം ഹോട്ടലിലെ മെനു കാർഡാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് അവർ ആഡ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, എന്നാൽ നല്ല ഫുഡും തന്നെയാണ്. മുമ്പത്തെക്കാലം സർവീസും കുറച്ചും കൂടി അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ തക്കാരം. അതിൽ ഒരുപാട് വെറൈറ്റി ഡിഷസ് അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എത്ര മെനു കിട്ടിയാലും അതിൽ നിന്ന് കുറേ നേരം നോക്കിയാലും സെലക്ട് ചെയ്തെടുക്കുന്ന ഐറ്റം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഉൾഭാഗം. ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതാണ് മെയിൻ തീം. പിന്നെ രണ്ട് സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡൈനിങ് സ്പേസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിലാണ് ഞങ്ങൾ കയറിയത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ടേബിൾ വരുന്നത്. ഫ്ലൈറ്റിനകവും ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കഴിക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. എന്താ പറയുക, നല്ല ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ നല്ല ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മട്ടൺ, അതിൽ നല്ല ആ റൈസിൽ ഗ്രേവിയൊക്കെ മിക്സായി വരുന്ന ഒരു മട്ടൻ്റെ ആ ഒരു നെയ്യും എല്ലാം വരുന്ന ഒരു ടേസ്റ്റ് റൈസിന് വന്നിട്ടുണ്ട് കേട്ടോ. ആ കളറ് വരെ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ ഒരു പീസ് എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം ബിരിയാണിയിലെ മട്ടൻ എത്ര മാത്രം ജ്യൂസി ആണെന്ന് കേട്ടോ. അപ്പോൾ അവിടുത്തെ മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മാത്രമല്ല കേട്ടോ, സ്പെഷ്യൽ കല്യാണ ബിരിയാണിയും അതുപോലെ തന്നെ അവരുടെ അൽക്കുൽത്ത് എന്ന് പറയുന്ന ഒരു ബിരിയാണി കൂടി ഉണ്ട് കേട്ടോ. അതിൽ ചിക്കനും മട്ടനും ഒക്കെ മിക്സായിട്ട് വരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് എല്ലാവർക്കും അറിയാം. കണിയാപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുന്ന വഴിക്ക് സുഡിയെ കഴിഞ്ഞ് നെക്സ്റ്റ് സ്പോട്ടാണ്.